ചുറ്റും കാണുന്നതൊക്കെ മഹാഗണി മരങ്ങളായി. കാണുന്ന മരങ്ങളെല്ലാം മഹാഗണിയാണ്. 10 15 പേരോ വട്ടം നിന്നാൽ പോലും ഇത് കണ്ടോ? അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണണമെങ്കിൽ ശരിക്കും കാട്ടിൽ തന്നെ വരണം. ആ വേരുകൾ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് മറ്റേ ഗുണ കേവിലെ ലൊക്കേഷൻ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ വീഡിയോൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയണേക്ക് മുന്നേ തന്നെ നിങ്ങൾ ആദ്യം ഈ സൗണ്ട് ഒന്ന് എൻജോയ് ചെയ്യും. ഈ കാടിൻ്റെ റോ ആയിട്ടുള്ള നാച്ചുറൽ സൗണ്ട് ഒന്ന് എൻജോയ് ചെയ്യും. ചീവീടുകളിലേക്ക് ആ സൗണ്ട് ആഹാ ബ്യൂട്ടിഫുൾ. നമ്മളങ്ങനെ വന്നിരിക്കുന്ന സ്ഥലം ഇന്ന് ഇത് മഹാഗണി തോട്ടമാണ്, മലയാറ്റൂർ. മഹാഗണി തോട്ടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസ് കുറേ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വിഷ്വൽസിൽ കാണുന്ന ചെറിയ ലൊക്കേഷനുകളൊക്കെ ഈ സിനിമകളിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. ഇവിടെ കുറേ എനിക്കൊന്ന് ഹിന്ദി, പിന്നെ നമ്മുടെ മലയാളത്തിലെ പുലിമുരുകൻ, പിന്നെ ബാഹുബലി, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലൊക്കേഷൻ, നല്ല സീനിക്കായിട്ടുള്ള പ്ലേസ് അത്. പിന്നെ ഇവിടെ ഇത് ഒരു ഫോറസ്റ്റാണ്, ബേസിക്കലി മലയാറ്റൂർ ഫോറസ്റ്റ് ഏരിയ തന്നെയാണത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ടൂറിസം സ്പോട്ടായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം ഇവിടെ കുറേ ഫോറസ്റ്റ് ഗാർഡും പിന്നെ അങ്ങനെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളോ ശല്യങ്ങളോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണില്ല. ചുറ്റും ഫോറസ്റ്റാണ്, പക്ഷേ എൻ്റെ ഇടയിൽ കൂടെ ഒരു വാക്ക് വേ ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഒരു ടൂറിസം സ്പോട്ടിൻ്റെ ഒരു ഫീലാണ് അവിടെ ശരിക്കും കിട്ടുന്നത്. കണ്ടോ? അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് എന്തോ തത്വം അങ്ങനെ എന്തോ ഒരു കിളികൾ പറന്നു പോകണമുണ്ടായിരുന്നു. ഇപ്പം ഇത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അവിടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇത് ഫോറസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആനിമൽ വൈൽഡ് ആനിമൽ മൂവ്മെൻ്റൊക്കെ കുറേ തന്നെ ഉണ്ട് ഇവിടെ. പക്ഷേ അങ്ങനെ റിസ്കി ആയിട്ടുള്ള ഇഷ്യൂസൊന്നും അങ്ങനെയില്ല. കാരണം ഇത് മോർണിംഗ് എനിക്ക് തന്നെ 8 o'clock ഓപ്പൺ ചെയ്ത് ഈവനിങ് 5 o'clock ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈവനിങ്ങിന് ശേഷമാണ് അധികം വൈൽഡ് ആനിമൽ മൂവ്മെൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ടൂറിസം ടൈം തീർന്നുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഒരു ഡേ ടൈമിലുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഡേ ടൈമിൽ അങ്ങനെ വൈൽഡ് ആനിമൽസ് അങ്ങനെ വരാൻ സാധ്യതയില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ് മറ്റേ ബബ്ബ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ വരുന്ന പുതിയൊരു സിനിമ ബബ്ബ. അപ്പോൾ അതിൻ്റെ റീസെൻ്റ്ലി ഇവിടെ എന്തോ ഷൂട്ടിംഗ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളെന്തോ ഹിന്ദി പടത്തിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ ഒട്ടുമിക്ക സമയത്ത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ മഹാഗണി തോട്ടത്തിൽ. അടിപൊളി ലൊക്കേഷനത്, കുറേ സിനിമകൾക്ക് തന്നെ. പിന്നെ പഴയ പ്രേംനസീറിൻ്റെ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ കണ്ണൂർ സ്ക്വാഡ്, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ലൊക്കേഷനുകൾ പലതും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നേരെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ട മരങ്ങളും. ഇവിടെയൊക്കെ മഹാഗണീൻ്റെ മരങ്ങൾ കുറേ ഉണ്ട്, പിന്നെ തേക്ക് കാണുന്നുണ്ട്, പിന്നെ എന്തൊക്കെ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. പിന്നെ കുറേ നല്ല ഫോട്ടോഗ്രാഫി സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഫാമിലിയായിട്ടോ കുട്ടികളായിട്ടോ വന്നു കഴിഞ്ഞാൽ പുഴയിലിറങ്ങി കുളിക്കാം, സേഫ്റ്റി ഉണ്ട്. നിങ്ങൾ ഈ ചുറ്റും ഈ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആണെങ്കിൽ കുറേ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ടൂറിസം സ്പോട്ടാണ്. എറണാകുളം ജില്ലയിലാണത്, മലയാറ്റൂരടുത്ത്.
നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടി ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ബെഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇവിടേക്ക് ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഇതുപോലെ ഇരുന്ന് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ടൂറിസത്തിന് വേണ്ടി. പക്ഷേ ഒരുപാട് പേർക്ക് തന്നെ ഈ സ്പോട്ട് അറിയില്ല എന്ന് തോന്നുന്നു. എറണാകുളം ജില്ലയിലുള്ള ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട്. മലയാറ്റൂരൊക്കെ ഫ്രീക്വൻ്റ്ലി വരുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. നിങ്ങൾക്ക് വൺസെങ്കിലും എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അതിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് ആണ് നമ്മുടെ പുലിമുരുകൻ സിനിമയിലേക്കുള്ള കുറേ പുലീൻ്റെ കൂടെയുള്ള ഫൈറ്റ് സീക്വൻസൊക്കെ എടുത്തേക്കുന്ന ലൊക്കേഷനാണത്. പിന്നെ വേറെ കുറേ സിനിമകളിലൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ സ്പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയിൽ. ചുറ്റും ഇത് കാണുന്നതൊക്കെ മഹാഗണി മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. നല്ല വീതിയുള്ള മരങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ടും കാണാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ ഇതൊക്കെ നല്ല വീതിയുള്ള മരങ്ങളുണ്ട് ഇവിടെ. ഈ കാണുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇത് പുലിമുരുകൻ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മറ്റേ പുലി ചാടി വന്നിട്ട് മോഹൻലാലൊക്കെ വന്നിട്ട് പുലീനൊക്കെ പിടിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, ആ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ സ്പോട്ടിലാണ്. കണ്ടോ, ചുറ്റും മരങ്ങളാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ഈ വീതിയുണ്ട്, ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ വീതി തന്നെ ഭയങ്കര വീതിയാണ് ഈ മരത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിലേക്ക് ഏറ്റവും വീതി കൂടിയ തണ്ടുള്ള മരം ഇതാണെന്ന് തോന്നുന്നു. നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം, കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സൈസ് ഇത് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. എന്തൊരു വീതിയാണെന്ന് നോക്കിയ മരത്തിന്. ഇതൊരു 15 പേര് വട്ടം നിന്നാൽ പോലും ഇതിൻ്റെ വട്ടം പിടിച്ച് കിട്ടില്ല. ഒരു 15 പേര് കൂടുതൽ നിന്നാൽ പോലും അത്രയും വീതിയുണ്ട്. പിന്നെ കൂടാതെ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയ ഒരു നല്ലൊരു സ്പേസിൻ്റെ അകത്തേക്ക് തന്നെയുണ്ട്. ഒരു ചെറിയ ഗുഹ പോലെ തന്നെ എൻ്റെ അകത്തേക്കുണ്ട്. കണ്ടോ, ഞാൻ എൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കാം. കണ്ടോ, ഓക്കെ, എൻ്റെ അകത്തേക്ക് ഇത്ര സ്പേസ് ഉണ്ട്. എൻ്റെ അകത്തേക്ക് ഇത്ര ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റും എൻ്റെ അകത്ത്. അത്രയും വലിയ ഹോളോ സ്പേസാണ് എൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. ഇതിൻ്റെ വേരും ഇതിൻ്റെ സ്റ്റെമ്മും കൂടെ ചേർന്നിട്ട് ഇത്രയും വീതി വരുന്നുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വിട്ടും ഉണ്ട്. എൻ്റെ ഒപ്പം നല്ല ഹൈറ്റും ഉണ്ട് ഈ മരം. ഇത് 3 മരങ്ങൾ ഒരുമിച്ച് അടുത്തടുത്തതിൻ്റെ പേരുകൾ നിൽക്കുന്നത്. ഇത് എന്തോ എങ്ങനെയാണെന്നറിയില്ല. ഈ 3 മരങ്ങളും കണക്റ്റഡായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ വേര് നിൽക്കുന്നതുണ്ടോ? ഇതിവിടെ ഇതെന്തോ ഇത് 3 തരം മരങ്ങളാണ് നിൽക്കുന്നത്. 3 തരം മരങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ വേരുകൾ തമ്മിൽ ചേർന്നാണ് ഇങ്ങനെ നിൽക്കുന്നത്. ജനറലി ഇങ്ങനെ വരാറില്ല, പക്ഷേ വേരുകളൊക്കെ അടുത്തടുത്തൊക്കെ നിൽക്കുന്നത്. അത് ഭയങ്കര റെയറായിട്ടൊരു സംഭവം. ഇങ്ങനെ വേരുകൾ മരങ്ങളിൽ ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ മറിഞ്ഞു വീണ് കിടക്കുന്നൊരു മരമുണ്ട്. അതിൻ്റെ ഒരു വേരുകൾ കണ്ട എന്തോരം സൈസ് നോക്കി. എൻ്റെ ഈ വേരിൻ്റെ തന്നെ ആ ഒരു തിക്നെസ് ഉണ്ട് എന്തോരം ഉണ്ടെന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള വഴികളുണ്ട്. കാരണം ഈ വേരുകളാണ്, ചുറ്റും വേരുകളാണ്. എൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നിറങ്ങി പോകുന്നത്. എനിക്കൊന്ന് ബാഹുബലി സിനിമയിൽ ഈ പോർഷൻ ആ സിനിമയിൽ കാണിച്ചു. ഈ ലൊക്കേഷൻ കണ്ടത് ഇവിടെ ഈ വേരുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയായിട്ട് നിൽക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത് ഈ വേരുകളൊക്കെ. ഇതൊക്കെ ശരിക്കും നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്പോട്ടുകളത്. ഈ വേരുകളിങ്ങനെ നിൽക്കുന്ന ഈ കാണുന്ന ഈ സംഭവം ഇത് കുറേ സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കറിയാം ബാഹുബലി സിനിമയിലും ഇത് ഈ പോർഷനിൽ കൂടെയൊക്കെ നടന്നു വരുന്ന സീനുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടത്. അപ്പോൾ ഇത് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷനുകൾ അതിങ്ങനെയൊക്കെ നടന്നു വന്നിട്ട്
പിന്നെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയും കണ്ട ആ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്, അതിൽ കൂടെ ഇങ്ങനെ കല്ലിങ്ങനെ, അത് ആക്ച്വലി മാൻമെയ്ഡാണ്, അത് നാച്ചുറലി ഉള്ളതല്ല, മാൻമെയ്ഡായിട്ട് അവർ ഒരു ടൂറിസത്തിൻ്റെ ഒരു ആസ്പെക്റ്റിൽ അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങനെയുള്ള സീനുകളൊക്കെ ഇങ്ങനെയുള്ള ലൊക്കേഷനുകളൊക്കെ ചില ഫോറസ്റ്റ് സീനുകളിലൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു പോയിൻ്റ് കൂടെ വന്നേ, ആ വേരുകളൊക്കെ അങ്ങനെ നിൽക്കണുണ്ടാവും. ആ വേരുകൾ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് മറ്റേ ഗുണ കേവിലെ ലൊക്കേഷൻ എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഇതുമാതിരി തന്നെ കുറേ വേരുകളൊക്കെ ഇറങ്ങി നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഗുണ കേവിൻ്റെ. അത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, ഗുണ കേവ്. നമ്മൾ നേരത്തെ കണ്ട ആ മരം ഇത് അവിടെ ആ വലിയൊരു മരത്തിന് മുന്നിൽ നിന്ന് കാണിച്ചത് അവിടെ ബാക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു 10 മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത് ആ മരമായിട്ട്. എന്നാലും ഇവിടെ നിന്നാലും എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ആ തണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ മരം നല്ല കട്ടിയുള്ള നല്ല മരം അത്. പക്ഷെ അത് വർഷങ്ങളായിട്ട് നിന്ന് പയ്യെ അത് ഇറോഡായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണണമെങ്കിൽ ശരിക്കും കാട്ടിൽ തന്നെ വരണം. ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാതെ ചെറിയ ഊഞ്ഞാലും അങ്ങനെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ടൂറിസം സ്പോട്ടിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ശരിക്കും അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു കാടിനുപരി ഒരു ക്ലോസ് ടു നേച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു ടൂറിസം പ്ലാനാണ് ഇവരിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സന്ധ്യ നേരത്തേക്ക് ആന വരുന്ന സ്ഥലമൊക്കെയാണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. പകൽ സമയത്ത് അങ്ങനെ ശല്യങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷേ അവർ ഫെൻസിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിക്കോഷനൊക്കെ ആയിട്ട്. പകൽ സമയത്ത് ഇതൊക്കെ ഓഫായിരിക്കും, രാത്രി ആകുമ്പോൾ അവർ ഓൺ ചെയ്തിട്ട് വയ്ക്കുക ഇവിടെ. പണ്ട് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് മാഗണി തോട്ടത്തിൽ. ഈവനിങ് ടൈമിലൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ പല പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ ചെറിയ ടീ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവർ നിർത്തി. ഈ കുരങ്ങും ആനയൊക്കെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് കുരങ്ങൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവിടെയുള്ള ചെറിയ ചായപ്പീടിയൊക്കെ നിർത്തി. പിന്നെ പുറത്ത്, അതായത് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് പുറത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് കിട്ടും. അകത്തുള്ളത് നിർത്തി അവർ. പണ്ട് അവിടെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരമൊക്കെ ഇവിടെ വരുമ്പോൾ ചായയൊക്കെ കുടിച്ച് ഈ താഴത്തൊരു പുഴയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ഇരിക്കാൻ ഇത്തിരി പണിയാണല്ലോ. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലും സംഭവങ്ങൾ, പിള്ളേരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഞ്ഞാലുണ്ട്. പിന്നെ ഇവിടെ ഷെഡൊക്കെ ഉണ്ട്. ഇങ്ങനെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാടൊക്കെ ഉണ്ട്, പെട്ടെന്നൊക്കെ മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി നിൽക്കാനുള്ളൊരു ഷെഡും സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചുറ്റും കാണുന്നതൊക്കെ മഹാഗണി മരങ്ങളാണ്. ഈ കാണുന്ന മരങ്ങളെല്ലാം മാഗണിയാണ്. ഒരു ഡാർക്കായിട്ടുള്ള അതിൻ്റെ ഒരു മാഗണി മാത്രമല്ല, വേറെ മരങ്ങളുണ്ട് എൻ്റെ ഇടയിൽ, പക്ഷേ മെയിനായിട്ട് മാഗണിയാണ് ഇവിടെ ഉള്ളത്. അതാണ് മാഗണി തോട്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള ഈ ബാർക്ക് കാണുന്ന മരങ്ങളൊക്കെ മിക്കതും മഹാഗണിയാണ്. ഇതൊന്ന് കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വാച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും ഏത് തരം മരങ്ങളാണ്, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു നേച്ചർ വിസിറ്റായിട്ട് പ്ലാൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് നിരോധിത ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയരുത്. നിങ്ങൾ പ്രോപ്പറായ രീതിയിലുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ടൂറിസം ഫോളോ ചെയ്യുക ഇങ്ങനത്തേത്. കാരണം ഇതൊരു ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വേസ്റ്റ് വലിച്ചെറിയരുത്. ഇവിടെ ഡസ്റ്റ്ബിന്നുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡസ്റ്റ്ബിന്നുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യുക വേസ്റ്റ് ഇടാനായിട്ട്. പ്രോപ്പറായ ഒരു റെസ്പോൺസിബിൾ ടൂറിസം ഫോളോ ചെയ്യുക കേട്ടോ. കീപ് ദിസ് ഏരിയ ക്ലീൻ. ഇവിടെ നല്ല രീതിയിൽ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വേസ്റ്റ് അങ്ങനെ ചുമ്മാ വലിച്ചേരി എറിയരുത്. ഇന്നിവിടെ തിരക്ക് കുറവാണ്. ജനറലി വീക്കെൻഡ് ഡേയ്സിൽ തിരക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇന്ന് പക്ഷേ മഴയില്ല, ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. പക്ഷേ അധികം മഴ പെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാരെ ഇങ്ങനെ കടത്തി വിടാറില്ല. കാരണം പുഴയിലൊക്കെ പിന്നെ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കുമ്പോഴൊക്കെ പുഴയിൽ വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട്. സേഫ്റ്റി റീസൺ കൊണ്ട് അവർ അവിടെ ആൾക്കാരെ അധികം കടത്തി വിടാറില്ല. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയത് നല്ലോണം വെള്ളം നല്ല ഒഴുക്കുണ്ട് ഇവിടെ.
എന്ന്. ജനറലി വേനൽക്കാലത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങേറ്റം ആ മരത്തിൻ്റെ കുറ്റി കാണുന്ന അവിടം വരെ വെള്ളം ഇങ്ങനെ കുറവായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും ഡാമിന് ഷട്ടർ തുറന്നുകൊണ്ടും വെള്ളം ഒരുപാടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. അക്കരെ സൈഡ് അഭയാരണ്യം ആനക്കൂട്ടിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പുഴയിലേക്ക് ആനേനെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പോയിൻ്റ് അവിടെ കാണുന്നത്. ഇത് പുഴൻ്റെ അക്കരെ സൈഡ് അഭയാരണ്യം. നിങ്ങൾ അഭയാരണ്യത്തിലൊക്കെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകണം. ആനക്കൂട്ടിലാണ് അവിടെ. അപ്പോൾ അവിടെ ആനകളൊക്കെ കാണാൻ കിട്ടും. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് ഇറക്കി വിടുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് ഇറങ്ങി ചെന്നിട്ട് കുളിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാം. സേഫായിട്ട് കുളിക്കാനൊക്കെ പോകാൻ പറ്റിയ സ്പോട്ടാണത്. വേനൽക്കാലം ആകുമ്പോഴാണ് അധികം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേനലാകുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും അത് കാണാൻ പറ്റുള്ളൂ. അവിടെ അത്രയും പോർഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ആ മരം കഴിഞ്ഞ് കുറച്ചുകൂടെ നീങ്ങിയിട്ടൊക്കെയാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് പുഴയിൽ. അപ്പോൾ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ നല്ല ഒഴുക്കാണ്, ഡാമും തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റില്ല സേഫായിട്ട്. പിന്നെ ഇവിടെ എന്തായാലും ഗാർഡ്മാരുണ്ട്. അവർ ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ, അറിയാതെ ചാടി ഇറങ്ങാൻ കുളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സെക്യൂറായിട്ടുള്ള ടൂറിസം സ്പോട്ടാണത്. ഇതൊക്കെയാണ് മാഗണി തോട്ടത്തിലെ വിഷ്വൽസ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത് നല്ലതായിരിക്കും. മൺസൂൺ സീസണിൽ ഒരു ഇച്ചിരി റിസ്ക്കിയാണ്, നിങ്ങൾക്ക് പുഴയത്ത് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഗ്രീനറിയൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ പോകാം, നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. വേനൽക്കാലത്താണ് അധികം ടൂറിസ്റ്റുകളോട് വരുന്നത്. നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ സേഫായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. പിന്നെ നല്ല സെക്യൂറായിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ വൈൽഡ് ആനിമൽസിൻ്റെ അങ്ങനെ ഡിസ്റ്റർബൻസുകളോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ നല്ല രീതിയിൽ സെക്യൂറാണ്. അവിടെ നല്ല ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വരാം. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ ആണ് ഈ സ്പോട്ട്. മലയാറ്റൂർ അവിടെ തടാകത്തിൻ്റെ അടുത്തുനിന്ന് ഒരു ഡീവിയേഷനുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് മാഗണി തോട്ടത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലൊക്കേഷനിലേക്കുള്ള ഡയറക്ഷനൊക്കെ കാണിച്ചു തരും. ഗൂഗിൾ മാപ്പ് ഇട്ടായാലും നിങ്ങൾക്ക് പോകാം. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരണം. ഓക്കെ, അപ്പോൾ Kevin 89067 സൈനിങ് ഓഫ് ഫ്രം മാഗണി തോട്ടം.